ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. ബാരിസ്റ്റർ ബാബു സീരിയലിൻ്റെ സീസൺ 2 ആയ ദുർഗ ആൻഡ് ചാരു എന്ന സീരിയലാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനിട്ട വീഡിയോസ് കാണാത്തവർ അതൊന്ന് കാണുക. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ ഡോക്ടർ ബിനോയോടും സമ്പൂർണ്ണയോടും ദുർഗയുടെ ഈ മനസ്സിൻ്റെ പ്രശ്നം മാറാൻ അവൾക്ക് ഒരു ഫ്രണ്ടിനെ ആവശ്യമാണ്. ഒരു സുഹൃത്ത് കൂടെ ഉണ്ടെങ്കിലേ അവളുടെ അസുഖം എല്ലാം മാറും എന്ന് ആൾ പറയുന്നുണ്ട്. ആ സീൻ കട്ടായിട്ട് പിന്നെ ചാരുവും ജുംകിയും വേശ്യാലയത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഓടി വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവരുടെ പിന്നാലെ അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരെ തട്ടിക്കൊണ്ടുപോയ ആ മനുഷ്യനൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ ദുർഗയും സമ്പൂർണ്ണയും ബിനോയും ഒക്കെ കൂടിയിട്ട് കൽക്കത്തയിലേക്ക് ഡോക്ടറെ കാണിച്ചതിന് ശേഷം തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു മേള നടക്കുന്നത് കണ്ടിട്ട് ദുർഗയോട് അവിടെ ഇരിക്കെ ഇപ്പോൾ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ബിനോയും സമ്പൂർണ്ണയും പോകുന്നുണ്ട്. അങ്ങനെ ദുർഗ പുറത്ത് നോക്കിയിരിക്കുന്ന സമയത്ത് ചാരുവും ജുംകിയും ഓടി അവരുടെ കാറിൻ്റെ മറവിൽ ഒളിച്ചിരിക്കുമ്പോൾ അവരുടെ പിന്നാലെ അവരെ പിടിക്കാൻ വന്ന മനുഷ്യൻ ഡ്രൈവറോട് 2 കുട്ടികളെ കണ്ടോ എന്നെല്ലാം ചോദിക്കുന്നത് കേട്ടിട്ട് ദുർഗയ്ക്ക് അവർ രണ്ടുപേരും അപകടത്തിൽ പെട്ടിരിക്കുന്നതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാളോട് അവർ ആ വഴി പോകുന്നത് കണ്ടു എന്ന് നുണ പറയുന്നുണ്ട്. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ചാരുവിനോടും ജുംകിയോടും ഡിക്കിയിൽ കയറിയിരിക്കാൻ ദുർഗ അവരുടെ മുഖത്ത് നോക്കാതെ തന്നെ പറയുമ്പോൾ ചാരു അവളോട് നന്ദി പറയുകയാണ്. അങ്ങനെ ബിനോയ് വന്നതിന് ശേഷം കാർ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ വഴിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാറ് നിർത്തുമ്പോൾ ദുർഗ ധൃതി പിടിച്ചിട്ട് ഡിക്കി തുറന്നിട്ട് സമ്പൂർണ്ണ വിളിച്ചപ്പോൾ അവിടേക്ക് നോക്കാതെ തന്നെ ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ ദുർഗ ചാരുവിൻ്റെയും ജുംകിയുടെയും മുഖമൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ അവർ രണ്ടുപേരും അതിൽ നിന്ന് ഇറങ്ങി അവിടെയുള്ള ട്രെയിനിൽ കയറിയിട്ട് കൽക്കത്തയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ദുർഗയെ വീടിന് പുറത്തേക്ക് ഡോക്ടർ പറഞ്ഞതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കമ്പനിയാക്കാൻ ബിനോയ് പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികളെ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ദുർഗ ഡ്രൈവറോട് കാർ നിർത്താൻ വേണ്ടി പറഞ്ഞിട്ട് അവിടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവൾ അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവളെ സ്കൂളിൽ ബുദ്ധിമുട്ടിച്ച ആ കുട്ടി അവിടെ ഉണ്ടാവും. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ വെച്ചിട്ട് അവളെ ഉപദ്രവിക്കുന്ന സമയത്ത് ചാരു അങ്ങോട്ട് വന്ന് അവളെ അവരിൽ നിന്ന് രക്ഷിച്ചിട്ട് അവരെ നന്നായിട്ട് ചീത്ത പറയാണ്. ബോൾ എറിഞ്ഞിട്ട് അവരെ എല്ലാവരെയും അവൾ വീഴ്ത്തുന്നുണ്ട്. എന്നിട്ട് ദുർഗയോട് സോറി പറയാൻ വേണ്ടിയിട്ട് അവരോട് ചാരു പറയുമ്പോൾ അവർ പേടിച്ച് സോറി പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ ദുർഗ അവളെ കണ്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ ചാരു, നീയല്ലേ അന്ന് ഞാൻ പ്രകടനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാറിൽ ഇരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദുർഗ അതെ ഞാൻ തന്നെയാണെന്ന് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ചാരു, നീ ഇവരെ പേടിച്ച് നിൽക്കുകയൊന്നും വേണ്ട, നിന്റെ പേടി കണ്ടാലേ അവർ നിന്നെ കൂടുതൽ ഉപദ്രവിക്കുകയോ ചെയ്യൂ, അതുകൊണ്ട് ധൈര്യത്തോടെ ഇങ്ങനെയുള്ളവരെ നേരിടണമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ വെക്കിയിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് ജുംകി ഇവൾക്ക് സ്വന്തം പേര് പറയാൻ പോലും പേടിയാണെന്ന് പറഞ്ഞിട്ട് അവളെ കളിയാക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ചാരു ജുംകിയെ ചീത്ത പറയാണ്. എന്നിട്ട് പിന്നെയും അവളോട് ചോദിക്കുമ്പോൾ ദുർഗ എന്നാണ് എൻ്റെ പേര് എന്ന് അവളെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജുംകി കാറിലെ ബിസ്ക്കറ്റ് കൊടുന്ന് ചാരുവിന് കൊടുക്കുമ്പോൾ നിനക്കിത് എവിടുന്ന് കിട്ടിയെന്ന് ചാരു ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാറിൽ നിന്നാണെന്ന് ജുംകി പറയുന്നത് കേട്ടിട്ട് ചാരു ജുംകിയെ നിന്നോട് ഞാൻ കളവ് ചെയ്യരുതെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ദുർഗ കാറിൽ നിന്ന് അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ എടുത്തു കൊടുക്കുമ്പോൾ ജുംകി അവളോട് നീ വലിയ പണക്കാരിയാണല്ലോ, നിനക്ക് വലിയ വീടൊക്കെ ഉണ്ടാവൂലേ, അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ആവാം എന്ന് പറയുന്നത് കേട്ടിട്ട് ചാരു അവളോട് വേണ്ട, നീ അവളിൽ നിന്ന് ദൂരത്ത് നിൽക്ക് ജുംകി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദുർഗ അവരോട് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ജുംകി തെരുവിലാണെന്ന് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ താമസിച്ചോ, എൻ്റെ വലിയ വീടാണെന്നൊക്കെ ദുർഗ പറയുന്നുണ്ട്. അപ്പോൾ ചാരു അത് വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും സ്ഥലം കാണും, നിങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് മറുപടി പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ദുർഗയ്ക്ക് വിഷമാവുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർ വന്നിട്ട് ദുർഗയിൽ നിന്ന് ദൂരത്ത് നിൽക്കാൻ അവരോട് രണ്ടുപേരോടും പറയുമ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് ദുർഗ പറയുന്നുണ്ട്. അതിനുശേഷം ദുർഗ കാറിൽ നിന്ന് അവൾ വരച്ച് ചാരുവിൻ്റെ ചിത്രം എടുത്തു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ചാരു നന്ദി പറയുന്നത് കേട്ടിട്ട് ദുർഗയ്ക്ക് അവൾ ഡൽഹിയിൽ വെച്ചിട്ട് അയാളിൽ നിന്ന് രക്ഷിച്ച 2 പേര് ഇവർ തന്നെയാണെന്ന് മനസ്സിലാവാണ്. അപ്പോൾ അത് അവൾ ചാരുവിനോട് പറയുമ്പോൾ ചാരു അപ്പോൾ നീയാണല്ലേ ഞങ്ങൾ രക്ഷിച്ചതെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ 2 പേർക്കും എന്തോ ഫീൽ അനുഭവപ്പെടുന്നുണ്ട്. അത് അവരുടെ മുഖഭാവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ചാരു പെട്ടെന്ന് അടർന്നു മാറിയിട്ട് ഞാൻ നിൻ്റെ ഡ്രസ്സിൽ ചളിയാക്കിയില്ലേ, സോറി, ഞാൻ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചതാണെന്ന് പറയുമ്പോൾ ദുർഗ അതൊന്നും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ എന്ന് പറയുമ്പോഴേക്കും ചാരുവാണ് ബാക്കി പറയുന്നത്. എൻ്റെ അടുത്ത ആൾ മുന്നേ ബന്ധമുള്ള ആളുടെ പോലെയാണ് തോന്നിയതെന്ന് പറയുന്നത് കേട്ടിട്ട് ദുർഗ അതേ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ദുർഗ ആ കുട ചാരുവിന് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്.
അങ്ങനെ ദുർഗ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് വന്നിട്ട് സമ്പൂർണ്ണയോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അനിരുദ്ധിൻ്റെയും പോഞ്ചിറ്റയുടെയും സ്വപ്നമായിട്ടുള്ള അനാഥാലയത്തിൻ്റെ മാനേജർക്ക് ബിനോയ് പൈസ കൊടുത്തിട്ട് അവർക്ക് ഒരു കുറവും വരുത്തരുത്, ഇതെൻ്റെ അനിരുദ്ധിൻ്റെയും പോഞ്ചിറ്റയുടെയും സ്വപ്നമാണ് എന്നെല്ലാം പറയുന്നത് കേട്ടിട്ട് ദുർഗ എൻ്റെ ഫ്രണ്ട് ചാരുവും അനാഥയാണ്, അവളെയും അവിടെ താമസിപ്പിക്കാമോ എന്ന് ബിനോയോട് ചോദിക്കുമ്പോൾ അതിനെന്താ, അവരവിടെ താമസിച്ചോട്ടെ എന്ന് ബിനോയ് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ദുർഗയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്. അതിനുശേഷം സോമന ദുർഗ ആണ് ആ വീട്ടിലെ ദുശകനം എന്നെല്ലാം പറയുന്നത് കേട്ടിട്ട് സമ്പൂർണ്ണയ്ക്ക് നന്നായിട്ട് ദേഷ്യം വരാണ്. അപ്പോൾ അവളെ ചീത്ത പറഞ്ഞിട്ട് നിനക്ക് വേണമെങ്കിൽ നിന്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ സമ്പൂർണ്ണ പറയുന്നുണ്ട്. ആ സീൻ കട്ടായിട്ട് പിന്നെ ചാരുവും ജുംകിയും ഒരു തെരുവിൽ കിടക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ വന്ന് ഒരാളെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് ചാരു അവരുടെ അടുത്ത് ചെന്ന് നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരാളെ ഉപദ്രവിച്ച് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞ് അവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അയാളെ ഉപദ്രവിക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ അവളോട് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അനാഥാലയത്തിലെ ആ മാനേജർ വന്നിട്ട് അവരെ ഒപ്പം കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് അയാൾ അവരോട് ഇത് അനിരുദ്ധും ബോധിതയും കൂടെ തുടങ്ങിയതാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവിടെയുള്ള കുട്ടികൾക്കെല്ലാം അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ദുർഗ ചാരുവിനെ കുറിച്ച് അവൾ നല്ല ധൈര്യമുള്ള ആളാണ്, അനീതിക്കെതിരെ ശബ്ദം ഉയർത്തുന്ന ഒരാളാണെന്നൊക്കെ സമ്പൂർണ്ണയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം ദുർഗയെക്കുറിച്ച് അയാൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത് അവളാണെന്ന് പറയുമ്പോൾ ചാരു അപ്പോൾ ഞങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് അയാളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദുർഗ അവരെ രണ്ടുപേരെയും വരച്ച ഒരു ചിത്രം അയാൾക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് കാണിച്ചു കൊടുത്തിട്ട് ഇത് കണ്ടാണ് എനിക്ക് നിങ്ങളെ മനസ്സിലായത് എന്ന് അയാൾ അവരോട് പറയുകയാണ്. അതിനുശേഷം ടെലിഫോൺ കണ്ടിട്ട് ഇതെന്താ സാധനം എന്ന് ചാരു ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചെല്ലാം അയാൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ചാരു അത് അത്ഭുതത്തോടെ നോക്കുമ്പോൾ നമ്മുടെ കുട്ടി പോന്തിത്ത കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ആദ്യമായി ടെലിഫോൺ കണ്ടിട്ട് അത് അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ സീനൊക്കെ ഒപ്പം കാണിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ദുർഗ ദുസ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് പേടിച്ചിട്ട് വീട് മുഴുവൻ ഓടി നടക്കുകയാണ്. അവളുടെ പിന്നാലെ ഒരു ബുക്കിൽ വായിച്ച അതേ രാക്ഷസൻ പിടിക്കാൻ വേണ്ടി വരുന്നത് പോലെയൊക്കെ അവൾക്ക് തോന്നാണ്. ഇതേ സമയം ചാരു ഞെട്ടി എണീച്ച് നോക്കുമ്പോൾ ദുർഗ കൊടുത്ത ചിത്രം കത്തുന്നത് കണ്ടിട്ട് ഓടിപ്പോയി അത് അവളെ എടുക്കുകയാണ്. ദുർഗയ്ക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട് എന്ന് അവളെ മനസ്സിൽ തോന്നിയിട്ട് ബിനോയ് എന്ന് എഴുതിയിട്ടുള്ള ഒരു നമ്പറിൽ നേരത്തെ അയാൾ വിളിച്ചതുപോലെ തന്നെ അവളെ വിളിക്കുകയാണ്. അങ്ങനെ ഫോൺ എടുത്ത് ദുർഗ പേടിച്ചിട്ട് ദേവി ദേവി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ചാരു ഇത് ഞാനാണ് ചാരു, നമ്മളിന്ന് കണ്ടില്ലേ, നീ ഓക്കെ ആണോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ദുർഗ പേടിച്ചിട്ട് രാക്ഷസൻ എന്ന് പറയുന്നത് കേട്ടിട്ട് ചാരുവിനൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ അവൾ പിന്നെയും നീ എന്താ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ദുർഗ പിന്നെയും രാക്ഷസൻ എന്ന് തന്നെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഫോൺ അടിച്ച് ശബ്ദം കേട്ടിട്ട് സമ്പൂർണ്ണ ഹാളിലേക്ക് എണീച്ച് വരുമ്പോൾ കാണുക പേടിച്ച് നിൽക്കുന്ന ദുർഗയാണ്. അപ്പോൾ ദുർഗയാണെങ്കിൽ സമ്പൂർണ്ണനെ കണ്ടിട്ട് ഫോൺ അവിടെ ഇട്ടിട്ട് ഓടിപ്പോയിട്ട് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ ഒന്നുമില്ല നീ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചാരു ദുർഗ എന്തോ പ്രശ്നത്തിലാണ്, അവളുടെ അടുത്തേക്ക് എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ വീടിൻ്റെ അഡ്രസ്സ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും എടുത്തിട്ട് ബാഗും എടുത്തിട്ട് അവിടെ നിന്ന് ആരും കാണാതെ ഇറങ്ങുകയാണ്. അതിനുശേഷം ആ രാക്ഷസന്റെ വേഷം കെട്ടിയ സോമനയുടെ ഭർത്താവ് പലാശിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അയാൾ നമ്മുടെ ദുർഗേനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാവും ആ ഒരു വേഷം കെട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അവളുടെ പേടി കൂടാനാവും സോമനയും ഭർത്താവും കൂടിയിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. ആ സീൻ കട്ടായിട്ട് പിന്നെ ബിനോയും സമ്പൂർണ്ണയും ദുർഗയുടെ അടുത്ത് നിന്നിട്ട് അവളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവളുടെ പേടി ഇപ്പോൾ കൂടി വരികയാണല്ലോ, എന്താ ചെയ്യാന്നൊക്കെ അവരെ സംസാരിക്കുന്നുണ്ട്. ഈ സമയത്താവും ചാരു റോയ് ചൗധരി വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവൾ കോണിംഗ് ബെൽ അടിക്കുമ്പോൾ വാതിൽ വന്ന് തുറക്കുന്നത് സോമനയാവും. അപ്പോൾ സോമന ഇവളെ കണ്ടിട്ട് നീ ഏതാ ഒരു പിച്ചക്കാരിയാണല്ലോ, നീ എന്തിനാ ഇവിടേക്ക് കയറി വന്നത്, ഇവിടെ അശുദ്ധാക്കാനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ചീത്ത പറയാണ്. അപ്പോൾ ചാരു അവരോട് പറയുന്നുണ്ട് ഞാൻ ദുർഗയെ കാണാൻ വേണ്ടി വന്നതാണ്, ഞാൻ ദുർഗയുടെ ഫ്രണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ സോമന നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ നന്നായിട്ട് ചീത്ത പറയാണ്. അവളെ അകത്തേക്ക് കയറ്റില്ല എന്ന് തന്നെ അവളോട് പറയാണ്. അപ്പോൾ ചാരു പിന്നെയും അവളെന്തോ ബുദ്ധിമുട്ടിലാണ്, എനിക്ക് ദുർഗയെ കണ്ടേ പറ്റൂ, ഞാൻ അവളെ കാണാതെ ഇവിടെ നിന്ന് പോയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സോമന അതൊന്നും കേൾക്കാതെ അവളെ പുറത്ത് നിർത്തിയിട്ട് വാതിലടയ്ക്കുകയാണ്. അപ്പോൾ ചാരുവിനാണെങ്കിൽ സോമന അങ്ങനെ സംസാരിച്ചതിൽ അവളോട് നല്ല ദേഷ്യം ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെ ഉണ്ടായാലും ഞാൻ ദുർഗയെ കാണാനാണ് വന്നത്, അവളെ കണ്ടിട്ടേ ഞാനിവിടെ നിന്ന് പോവൂ എന്ന് അവൾ ഉറച്ച തീരുമാനം എടുത്ത് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ തോന്നുന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.